പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടുവെന്ന് വലിയ തോതിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ഈയിടയ്ക്ക് വന്നിരുന്നു. ഇമ്രാൻഖാനെ വധിക്കാൻ വലിയ രീതിയിലുള്ള ഗൂഢാലോചന അമേരിക്കയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പാക് സൈനിക മേധാവിയായ അസിം മുനീറും ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വാർത്തയും ഇതിനോടനുബന്ധിച്ച് വന്നു. വാസ്തവത്തിൽ അസിം മുനീർ ഒരു ഭീകരവാദിയാണ്, അതായത് ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ നേതാവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കാരണം വലിയ തോതിൽ മനുഷ്യക്കുരുതി നടത്താൻ ഒരു മടിയുമില്ലാത്ത, പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ സ്പോൺസേഡ് ആസൂത്രകൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ആളാണ് അസിം മുനീർ. അസിം മുനീറും അയാളുടെ കൂലിപ്പട്ടാളവും വലിയ തോതിലാണ് ടെററിസം ആഗോളതലത്തിൽ ഗ്ലോബലി അതിനുവേണ്ടി കൃത്യമായി ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് കാര്യമായി ഒന്നും പറയാനില്ല. അസിം മുനീറിന് വേണ്ടി ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബലൂചിസ്ഥാനും അതുപോലെ തന്നെ സിന്ധ് പ്രവിശ്യ വലിയ തോതിൽ പാകിസ്ഥാനിൽ നിന്ന് മറ്റുപോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ ആർമിയുമായി നിരന്തരമായ യുദ്ധത്തിലാണ്. നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണ സാഹചര്യത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാകിസ്ഥാൻ ആർമി, അതായത് ടെറർ ഫണ്ടിങ്ങിന് എല്ലാ രീതിയിലും ഒത്താശ ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാൻ ആർമിയാണല്ലോ, ആ ആർമിയുടെ ഒരു വാൻ ബലൂജ് ലിബറേഷൻ ആർമി ബോംബ് വെച്ച് തകർത്തത്. അത് ലോകം മുഴുവൻ പല ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ട ഒരു കാഴ്ചയാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യ വളരെയധികം കാർഷിക വിളയുള്ള, വളരെയധികം ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള സ്ഥലമാണ്. പാകിസ്ഥാൻ്റെ 80% ഭക്ഷ്യോൽപാദനവും ഉണ്ടാകുന്നത് ബലൂച്ച് മേഖലയിൽ നിന്നാണ്. ബലൂച്ച് പ്രവിശ്യ നഷ്ടപ്പെട്ടാൽ, ആ മേഖല പാകിസ്ഥാന് നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമാകും. സിന്ധ് പ്രവിശ്യ ഇന്ത്യയുടേതാണ് എന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്ന സാഹചര്യം വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്തു കാണുകയാണ്. കാരണം ഡൊണാൾഡ് ട്രംപിന് പ്രത്യേക താല്പര്യമാണ് പാകിസ്ഥാനിലെ ഭീകരവാദ സാഹചര്യത്തെ അടിച്ചമർത്താൻ. ഇന്ത്യയോട് ഒരു രീതിയിലും സഹകരിക്കാൻ ട്രംപ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ട്രംപിൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയും ഇന്ത്യ കൽപ്പിക്കുന്നുമില്ല. കാരണം സുരക്ഷാ സമിതിയിലായിരുന്നാലും പാകിസ്ഥാൻ അനുകൂലമായി മാത്രമേ ഇന്നേ വരെ അമേരിക്ക എന്ന രാജ്യം വോട്ടിട്ടിട്ടുള്ളൂ. റഷ്യയാണ് ഇന്ത്യയെ എപ്പോഴും പിന്താങ്ങി നിർത്തുന്നത്. ചൈന പോലും കൃത്യമായി പാകിസ്ഥാനോടൊപ്പം നിന്നു. എന്നാൽ ഇപ്പോൾ ചൈനയ്ക്ക് തിരിച്ചടി നൽകുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അമേരിക്കയുടെ രഹസ്യ സൈനിക ക്യാമ്പ് ചൈനയുടെ അധിനിവേശമുള്ള പാകിസ്ഥാൻ്റെ പ്രവിശ്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് അസിം മുനീറും ഡൊണാൾഡ് ട്രംപും ആലോചിച്ച് നടത്തുന്നത്. ഇവിടെ ഇമ്രാൻഖാനെ വധിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ എങ്ങനെയാണ് ഇത്രയധികം ചർച്ചാ വിഷയമാകുന്നത്? ഇമ്രാൻഖാൻ്റെ മരണം ഉറപ്പുവരുത്താനും പട്ടാള അട്ടിമറിയിലൂടെ പാകിസ്ഥാനെ പരിപൂർണമായി സ്വന്തം കയ്യിൽ ഒതുക്കാനും മറ്റൊരു പർവേസ് മുഷാറഫ് ആകാനും വേണ്ടി തന്നെയാണ് അസിം മുനീർ കൃത്യമായി ചരടുവലികൾ നടത്തുന്നത്. അസിം മുനീർ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ലഷ്കർ ഇ തയ്യബയുടെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ പരിപൂർണമായ പിന്തുണ അസിം മുനീറിനുണ്ട് എന്നുള്ളതും നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോകരുത്. കാരണം അത്രയധികം ഭീകരവാദികളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് അസിം മുനീർ അവിടെ ഒരു കിരീടം വയ്ക്കാത്ത സൈന്യാധിപനായി അവിടെ ഇരിക്കാൻ ശ്രമിക്കുന്നത്.